സാർ ഞാൻ എല്ലാം പഠിച്ചിരുന്നു, ഇൻഫാക്ട് ഔട്ട് ഓഫ് ദ സിലബസ് കാര്യങ്ങൾ പോലും ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ പരീക്ഷയ്ക്ക് പോയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ വന്നില്ല സാർ. ഇങ്ങനത്തെ കുട്ടികൾ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങൾ റിവൈസ് ചെയ്തിരുന്നോ? So welcome back to the 5th episode of Meet Your Academic Friend initiative by Kerala's #1 online tuition platform, TeacherInd. In this video, we're going to discuss a grow plan. അതായത് എത്ര പഠിച്ചിട്ടും മനസ്സിൽ ഉറക്കാത്ത സബ്ജക്റ്റുകൾ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിവിഷൻ പ്ലാൻ ആണിത്. അങ്ങനെ ടീച്ചർ ഡെവലപ്പ് ചെയ്ത ഗ്രോ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. സാറേ, എപ്പോഴാണ് സാറേ റിവിഷൻ ചെയ്യേണ്ടത്? അതിന് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ അളക്കണം. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വീക്ക് കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വെരി കോൺഫിഡന്റ് ആയിരിക്കാം. ഓരോ സബ്ജക്റ്റിനകത്ത് ഓരോ ചാപ്റ്ററും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഈക്വൽ കോൺഫിഡൻസ് ലെവൽ ആയിരിക്കില്ല. ഡിഫറെന്റ് പ്ലാന്റ്സ് പോലെ, ഇപ്പോൾ ഒരു വാഴ, ഒരു തെങ്ങ്, ഒരു മാവ്, ഇത് മൂന്നും ഡിഫറെന്റ് രീതിയിലാണ് നിങ്ങൾ എന്താണ് വെള്ളം കൊടുക്കേണ്ടത്, അല്ലെ? ഡിഫറെന്റ് രീതിയിലാണ് നിങ്ങൾക്ക് അവർക്ക് വളം കൊടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗ്രോ പ്ലാനിലേക്ക് എത്തുന്നത്. ഈ ഗ്രോ പ്ലാൻ ഞാനൊരു എക്സൽ ഷീറ്റിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇത് ഗൂഗിളിന്റെ എക്സൽ ഷീറ്റാണ്. അതായത് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയും. അതായത് ഈ ഒരു ലിങ്ക് കണ്ട, ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒരു പുതിയ ടാബ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സൽ ഷീറ്റ് കിട്ടും. അപ്പോൾ ഈ എക്സൽ ഷീറ്റിലാണ് നമ്മൾ ഗ്രോ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് ഇല്ല, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫസ്റ്റ് ഒരു പേജിൽ 4 പേജായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഈ ഗ്രോ പ്ലാൻ ഓരോ സബ്ജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ട. മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, സോഷ്യൽ, ഹിന്ദി, എത്ര സബ്ജക്റ്റ് ഉണ്ടോ എല്ലാ സബ്ജക്റ്റിനും വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഗ്രോ പ്ലാനിന്റെ കോളംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ചാപ്റ്റർ നെയിം, പിന്നെ ഇത് നമ്മൾ കോൺഫിഡൻസ് ലെവൽ, നമ്മൾ വീക്ക് കോൺഫിഡൻസ് ആണോ, കോൺഫിഡൻ്റ് ആണോ, അതോ വെരി കോൺഫിഡൻ്റ് ആണോ, പിന്നെ റിവിഷൻ 1, റിവിഷൻ 2, റിവിഷൻ 3, ഇതെല്ലാം ഡേറ്റ് ആണ്. ഏത് ഡേറ്റിലാണ് നിങ്ങൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതി വെക്കാനുള്ള കോളംസ് ആണ്. പിന്നെ ഇത് ഡെഡ് ലൈൻ ആണ്. ഏത് ഡെഡ് ലൈനിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തീരുമാനിക്കുന്ന കോളമാണ്. ഓൾസോ ഇത് റിമാർക്കാണ്. റിമാർക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റിവിഷനിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഈ സാധനം മറന്നുപോയി, ഇത് ഞാൻ പിന്നത്തേക്ക് വെച്ചിരിക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെക്കാൻ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു റിമാർക്ക് എന്ന് പറയുന്ന കോളം ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിനും ഒരു റിമാർക്ക് കോളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരു സബ്ജക്റ്റിനെ ഞാൻ എങ്ങനെ റിവിഷൻ ചെയ്യും, എങ്ങനെ ഞാനത് പഠിക്കും എന്ന രീതിയിൽ കാണിക്കാം. ഒറ്റ സബ്ജക്റ്റിനെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു December 15 എക്സാം വരെയാണ്. അപ്പോൾ എക്സാം വരെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യും, അങ്ങനെ 2 സിനാരിയോസ് ഞാൻ കാണിച്ചാൽ. ആദ്യം തന്നെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ വിചാരിക്കാം. അപ്പോൾ ഈ സബ്ജക്റ്റിന് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എഴുതണം. 3 ലെവൽ കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻറ്റ്, വെരി കോൺഫിഡൻറ്റ്, വീക്ക് കോൺഫിഡൻസ്. എനിക്ക് അത്ര അതിന് ഒരു ധൈര്യമില്ല. ഇത്ര നാൾ ചെയ്ത എക്സാംസും കാര്യങ്ങളും വെച്ച് നമ്മൾ പഠിച്ചത് നമുക്ക് മാർക്കിട്ട് വെച്ച് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എത്ര നമ്മൾ കോൺഫിഡൻസ്, അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു വീക്ക് കോൺഫിഡൻസ് ആണ്, എനിക്ക് അത്ര ധൈര്യമില്ല ചാപ്റ്റർ. ഇത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാന്നാണ്. ഡെഡ് ലൈൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ അസൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ റെക്കോർഡ് എഴുതുന്ന സംഭവം ഉണ്ടല്ലോ. ഒരു മാസം കഴിഞ്ഞിട്ട് ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്താൽ മതി. 30 ദിവസം നമുക്ക് ഡെഡ് ലൈൻ ഉണ്ട്. എന്നാലും നമ്മളൊക്കെ എപ്പോഴാണ് ചെയ്യുന്നത്? അവസാനത്തെ 2 ദിവസം തലേ ദിവസം ഇരുന്നല്ലേ മൊത്തം എഴുതി കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഈ പാർക്കിൻസൺസ് ലോ എന്ന് പറയുന്നത്. എത്ര ടൈം ഉണ്ടോ ആ ടൈം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു പേജ് ഇന്ന് 2 പേജ് നാളെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല, അല്ലേ? നമ്മൾ അവസാന ദിവസം കൊണ്ടേ ചെയ്യത്തുള്ളൂ. അതാണ് ഈ ഒരു പാർക്കിൻസൺസ് ലോ എന്ന് പറയുന്നത്. അതായത് എ ടാസ്ക് വിൽ ടേക്ക് ആസ് മച്ച് ടൈം ആസ് യു ഗിവ് ഇറ്റ്. 10 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സമയം എടുക്കാതെ ചെയ്ത് തീർക്കാനായിട്ട്. മറിച്ച് 10 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം എടുക്കുള്ളൂ, മനസ്സിലായി? അപ്പോൾ അതുപോലെ നമ്മൾ റിവിഷന്റെ സമയത്തും നമ്മൾ പഠനത്തിന്റെ കാര്യത്തിലും എക്സാമിന്റെ ആ തലേ ദിവസം കൊണ്ട് വെക്കരുത്. എക്സാം ആണ് ഡെഡ് ലൈൻ നമ്മൾ വെക്കരുത്. അതിന് മുന്നേ തന്നെ ഒരു 1 വീക്ക് മുന്നേ, 2 വീക്സ് മുന്നേ നമ്മൾ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യണം. ഒരു 5 ദിവസം കൊടുത്താൽ മതി. ആ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് പഠിച്ചു തീർക്കാം. ആ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് എങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്യും എന്നാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാണ്. ഒരു 5 നവംബറിനുള്ളിൽ പഠിച്ച് തീർക്കണം എന്നാണ് ഡെഡ് ലൈൻ സെറ്റ് ചെയ്തത്. അപ്പോൾ എക്സ്പാൻഷൻ പറഞ്ഞ ചാപ്റ്ററിൽ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ A+B² ഫോർമുല, പിന്നെ A+B+C² ഫോർമുല, പിന്നെ A-B, പിന്നെ അവസാനമാകുമ്പോൾ A+B³ ഓക്കെ. അപ്പോൾ അത് കുറച്ച് ടഫായിരിക്കും ചിലപ്പോൾ എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊരു ഈസി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതൊരു 3 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. റിവിഷൻ 1ന്റെ ഡേറ്റിന് ഒരു ഫസ്റ്റ് പാർട്ട്, റിവിഷൻ 2ന് സെക്കൻഡ് പാർട്ട്, റിവിഷൻ 3ക്ക് തേർഡ് പാർട്ട്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ടിന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോകും. November 1 ഞാൻ ഫസ്റ്റ് പാർട്ട് പഠിച്ചു തീർക്കും. നവംബർ ഒരു സെക്കൻഡൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ തേർഡ് ആകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും? സെക്കൻഡ് പാർട്ട് പഠിച്ചു തീർക്കും. അപ്പോൾ ഈ റിവിഷൻ 2ന്റെ ഡേറ്റിൻ്റെ അന്ന് ഞാൻ റിവിഷൻ 1നുള്ള കാര്യങ്ങൾ ഒന്നും കൂടി വായിക്കും. ഓക്കെ. എന്നിട്ട് റിവിഷൻ 3 എന്ന സമയത്ത് ഞാൻ November 4
ഓക്കെ, നവംബർ 4th ആയിരിക്കും ഞാൻ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നവംബർ 4th ഡേറ്റിൽ റിവിഷൻ 1, റിവിഷൻ 2, റിവിഷൻ 3 കാര്യങ്ങളും മൊത്തം പഠിക്കും. ഓക്കെ, ഒന്നും കൂടി നമ്മൾ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ആർക്കും ഓർത്ത് വെക്കത്തൊന്നുമില്ല. അത് കണ്ട് അല്ലെങ്കിൽ കേട്ട് വായിച്ചാൽ നമ്മളൊരു കാര്യങ്ങളും മെമ്മറിയിലേക്ക് പോകുന്നത്. നമ്മൾ ലോങ് ടേം മെമ്മറി, ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഞാൻ റിവിഷൻ 1 ചെയ്യുന്ന ദിവസം ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു. ഇപ്പോൾ a+b² a-b² ഫോർമുല പഠിച്ചു. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ റിവിഷൻ 1 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് പ്രോബ്ലംസും കൂടി എക്സ്ട്രാ ചെയ്യണമായിരുന്നു. കണ്ടോ, ഡു മോർ പ്രോബ്ലംസ് ഓഫ് ഫസ്റ്റ് പാർട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കും. അപ്പോൾ സെക്കൻഡ് ഡേറ്റിന് 3rd നവംബറിൽ ഞാൻ അതും കൂടി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഓരോ ഡേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. പഠിച്ച പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിമാർക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ റിവിഷൻ 3 ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഓക്കെ അന്ന് ചെയ്തിരുന്ന ഇത്ര കാര്യങ്ങളുണ്ടായിരുന്നു, ഇത് പഠിക്കണം, ഇത് എക്സ്ട്രാ നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ലേണിംഗ് പാറ്റേൺ ആക്കി മാറ്റാം. ഇനി കുറച്ചും കൂടി പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. അതായത് ഈ സിനാരിയോയിൽ എക്സാം 1st ഡിസംബറിനാണ്. അങ്ങനെയാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട് ഒരു സബ്ജക്റ്റിൽ. ഈ 4 ചാപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എക്സാമിന് വരാൻ പോകുന്ന 4 ചാപ്റ്റേഴ്സും ഞാൻ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എക്സാം വരുന്ന ഡിസംബർ 1st പക്ഷെ നമ്മൾ ഫസ്റ്റ് അല്ല നമ്മൾ ഡെഡ് ലൈൻ അതിന് നേരത്തെ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ പഠിക്കാനായിട്ട് ഞാൻ 5th നവംബർ തന്നെയാണ് അത് അപ്പോഴത്തേക്കും പഠിച്ചു തീർക്കാൻ പോവാണ്. കാരണം ഇത് വേറെ ചാപ്റ്റേഴ്സ് നമുക്ക് വേറെ സബ്ജക്റ്റിൽ വേറെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഇത് മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 5th നവംബറിൽ നമ്മളത് പഠിച്ചു തീർക്കും. അതേപോലെ പൈത്തഗോറസ് 6th, പിന്നെ നെക്സ്റ്റിങ്ങിൽ 8th, സർക്കിളിന് 10th. അപ്പോൾ ഈ ഡേറ്റ്സ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റ് സബ്ജക്റ്റുകളുടെ അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിന്റെ കേസ് ആണെങ്കിൽ ഞാൻ വെരി കോൺഫിഡന്റ് ആണ്. അപ്പോൾ എനിക്ക് 2 റിവിഷൻ സെഷൻസ് മതി, 3 സെഷൻസ് വേണ്ട. ചില കേസസിൽ ഫോർ എക്സാമ്പിൾ വീക്ക് കോൺഫിഡൻസ്, റെക്ടീനൽ ഫിഗേഴ്സ് വീക്ക് കോൺഫിഡൻസ് ആണ്, എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ 3 സെഷൻ പഠിക്കാൻ വെച്ചിരുന്നു. റൈറ്റ്, അപ്പോൾ ഈ വെരി കോൺഫിഡൻറ്റ് സെഷൻ ആണെങ്കിൽ ഞാൻ പറയുന്നു 2 സെഷനുള്ളിൽ പഠിക്കുന്നു. ഓൾസോ ഞാൻ ഓൾ സ്റ്റഡീഡ്, 2ാമത്തെ സെഷൻ കഴിയുമ്പോൾ ഓക്കെ ഞാൻ ഓൾ സ്റ്റഡീഡ് എന്ന രീതിയിൽ ഒരു റിമാർക്ക് അവിടെ കൊടുക്കും. ഇനി പൈത്തഗോറസ് തിയറമിന്റെ കേസ് ഞാൻ കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഞാൻ 3ാം തീയതിയും 4ാം തീയതിയും വെച്ചിരിക്കുന്നു. ഇതിൽ 1st 2nd ആയിരുന്നു, ഇത് 3rd 4th ആണ്. റെക്ടീനൽ ഫിഗേഴ്സ് ആണെങ്കിൽ 4th കഴിഞ്ഞിട്ട് പിന്നെ 5th 6th 7th പഠിക്കും, കാരണം വീക്കാണ് ഞാൻ. പിന്നെ വരുന്നത് 8th 9th ആയിരിക്കും ഞാൻ സർക്കിൾ പഠിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് എൻ്റെ ഡെഡ് ലൈൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങളുടെ റിമാർക്ക് കണ്ടോ. പൈത്തഗോറസ് തിയറമിന്റെ കേസ് ആണെങ്കിൽ പ്രാക്ടീസ് പ്രോബ്ലംസ് ഓഫ് ലാസ്റ്റ് സെക്ഷൻ. റെക്ടീനൽ ഫിഗേഴ്സിന്റെ കേസ് ആണെങ്കിൽ ഞാൻ റീലേൺ ദ ഫോർമുലാസ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റിവിഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് റിവിഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും ഈ റിമാർക്ക് കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ റീലേൺ ഫോർമുലാസ് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇനി സെക്കൻഡ് റിവിഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ റിമാർക്ക് വരും, ആ റിമാർക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി 3rd റിവിഷൻ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് റിമാർക്ക് വരും, ആ റിമാർക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ 3 സെഷൻ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, റീലേൺ ഫോർമുലാസ് ആണ്, എനിക്ക് ഫോർമുലാസ് ആണ് ഈ ചാപ്റ്ററിൽ വീക്ക് ആവുന്നത് അത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സർക്കിളിൻ്റെ കേസിലാണ് എനിക്ക് ഇത് സർക്കിൾ വരയ്ക്കാൻ കോമ്പസ് ഒക്കെ വെച്ച് വരയ്ക്കാനാണ് പാട്, അതുകൊണ്ടാണ് ഞാൻ ലേൺ ടു ഡ്രോ സർക്കിൾ ബെറ്റർ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫോർമുലാസും പ്രോബ്ലംസും സോൾവ് എനിക്ക് എളുപ്പം. ഇങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രോ പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ടീച്ചറിലെ ഒരു ട്യൂട്ടർ ആയിട്ടാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഈ ഗ്രോ പ്ലാൻ എന്ന് പറയും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കർത്തവ്യമായിട്ട് എടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂട്ടർ, പേഴ്സണൽ ട്യൂട്ടർ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് അനുസരിച്ചിട്ട് അവർ സജസ്റ്റ് ചെയ്യും എപ്പോഴാണ് ടി റിവിഷൻ 1 വെക്കേണ്ടത്, എപ്പോഴാണ് ടി റിവിഷൻ 2 വെക്കേണ്ടത് എന്ന് അവർ സജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വീക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ അതിൽ നിന്ന് കോൺഫിഡൻ്റ് ആയി അവിടെ നിന്ന് വെരി കോൺഫിഡൻ്റ് ആവുന്ന രീതിയിൽ പ്രോപ്പർലി ഒരു സ്ട്രക്ചർഡ് രീതിയിലായിരിക്കും നമ്മൾ റിവിഷൻ ഡേറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു റിവിഷൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണ് ടീച്ചറിൻ്റെ പേഴ്സണൽ ട്യൂട്ടറായിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ടി റിവിഷൻ 1, ടി റിവിഷൻ 2, അതായത് ട്യൂട്ടറിൻ്റെ ഒപ്പം ഇരുന്ന് നിങ്ങൾ പഠിക്കും, ഇരുന്ന് നിങ്ങൾ റിവിഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിവിഷൻ ഉണ്ട്. എന്താ അത്? ഹോം റിവിഷൻ, സെൽഫ് റിവിഷൻ. എപ്പോഴും ഒരു ട്യൂട്ടറിൻ്റെ പഠിച്ചാൽ പോരാ, നിങ്ങൾ സെൽഫായിട്ട് ഇരുന്ന് പഠിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് വീണ്ടും നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ച് വീണ്ടും നിങ്ങൾ ടീച്ചറിൻ്റെ ട്യൂട്ടർ എടുത്ത് വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് പഠിക്കാം. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ചിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്യുക. അതാണ് ടീച്ചറിൻ്റെ ഗ്രോ പ്ലാൻ എന്ന് പറയുന്നത്. അല്ലാതെ പഠിച്ച സാധനങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച്, പഠിക്കാത്ത സാധനങ്ങൾ പഠിക്കാതെ വിട്ട് വെറുതെ സമയം കളഞ്ഞ് പാർക്ക് കളയരുത് കുട്ടികളെ. സോ എത്രയും പെട്ടെന്ന് തന്നെ TeacherInd.com പോയി ഒരു ഫ്രീ ഡെമോ ക്ലാസ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ട്യൂട്ടേഴ്സിനൊപ്പം നിങ്ങൾ പഠിച്ചു നോക്കുക. ഗ്രോ പ്ലാൻ സെറ്റ് ചെയ്യുക ആൻഡ് A ഗ്രേഡ്സ് മാത്രം നേടാം. ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു പ്രോപ്പർ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ടിൽ ദെൻ, ദിസ് ഈസ് യുവർ അക്കാഡമിക് ഫ്രണ്ട് സൈനിങ്